Sudale, Akash Du, Ende Veedu Machindeyum, Johnny Walker, etc. Introduced Sri Ashokan, Sri Rahman, late Padmanarajan, Suhasini, Biju Menon to the sign field. His sons are Bobby and Sanjay, very famous for the script in the movie Traffic. Dr. Bobby is a physician in the Medical Center, Kottayam, and he has got mini-screen presence in Abhicharitam, which won the State Award, and now is writing a biography in the magazine Chandrika under the title Ormai Ninna. Retired Professor in English, BCM College, Kottayam. We invite you, sir. I request all the participants, all the members of this audience to stand up for prayer. Let's mourn the sad demise of Dr. Diwan Harishchandra and Dr. Jigar Kishore. Both of them were advisors of homeopathy to the government of India, and both of them had done a lot of contribution to the field of homeopathy. In respect of the bereaved souls. Yes, it is Sri Mukesh Avalo. നമ്മുടെ സ്വീകരിച്ചിരിക്കുന്ന ശ്രീമതി ചന്ദ്രിയാദേവി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പാല, ഡോക്ടർ എൻ എ നസറുള്ള, ഡോക്ടർ ഷിബുജി ചെറിയൻ, ഡോക്ടർ സനീൽ സുരേന്ദ്രൻ, ഡോക്ടർ സുദർശനൻ, ഡോക്ടർ ജെ മോഹൻ, ഡോക്ടർ കെ എം ശശികുമാർ, നേതാക്കന്മാരെ, പ്രിയമുള്ള ഡോക്ടർമാരെ, ഇന്ന് നമ്മുടെ KGHMOയുടെ ഫാമിലി മീറ്റിനോടനുബന്ധിച്ചും സോൺ ഗ്രൂപ്പ് കോൺഫറൻസിനോടനുബന്ധിച്ചും കൾച്ചറൽ പ്രോഗ്രാമും അതുപോലുള്ള വിപുലമായ പരിപാടികളും നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ 2 വർഷം കൂടുമ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയങ്ങളിലായിരുന്നു നമ്മുടെ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ കണ്ണൂരിൽ തുടങ്ങിയത് ഓരോ വർഷം ഇടവിട്ട് ഫാമിലി മീറ്റും ഒരു വെച്ചു തുടങ്ങിയത്. ഈ വർഷം നമ്മുടെ സർവീസിൽ നിന്നും 24ഓളം ഡോക്ടർമാർ പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ സംഘടനയിൽ നിന്നും 10-22 ഡോക്ടർമാർ പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആ പ്രോഗ്രാം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായി തീരുമെന്ന് അറിയുന്നില്ല. ഞാനും അപ്പോൾ പോകേണ്ട ആളാണ്. എന്നാൽ ഒരു നേരിയ പ്രതീക്ഷയുണ്ട് എവിടെയെങ്കിലും ഒന്ന് കത്തിക്കേറുമെന്ന്. അതുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടകനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ഗസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇവിടെ പറഞ്ഞതുപോലെ 50ഓളം ചിത്രങ്ങൾ അഭിനയിക്കുകയും ഇപ്പോഴും സീരിയലുകളിലും സിനിമകളിലും സീരിയലിലും എല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമുക്ക് അഭിമാനിക്കാവുന്ന നടന്മാരെയും പത്മരാജനെ പോലുള്ള ഒരു സംവിധായകനെ നമുക്ക് നൽകിയ ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ സുഹാസിനി, അശോകൻ, ഇവരെല്ലാം നമുക്ക് കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ സിനിമയിൽ കൂടിയാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. ആകാശദൂത് കണ്ടിട്ട് കരയാത്ത ആരെങ്കിലും മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ
ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അതിഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 40 വർഷത്തെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഒരു ആദരവ് കൂടി അർപ്പിക്കുകയാണ്. അതിനുകൂടി ഈ വേദി ഒരുങ്ങുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഡോക്ടർ ശോശാമ്മ വർഗീസ് എത്തിയിട്ടുള്ള നമ്മുടെ വിമൻസ് സെൽ ചെയർമാനാണ് ഡോക്ടറെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശ്രീ പ്രേംപ്രകാശ് അവറുകളാണ്. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ സത്യം പറഞ്ഞ ഇന്നലെയാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. സമീപിച്ച അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം ചോദിച്ചു, ഞാൻ മതിയോ നിങ്ങളുടെ ഉദ്ഘാടനത്തിൽ? നമുക്ക് അതുപോലെ അത് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ഷിബുജി ചെറിയൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ ഗസ്റ്റ് ഓഫ് ഓണർ ഡോക്ടർ ചന്ദ്രിയാദേവി, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. നമ്മുടെ കുറിച്ചിക്കോളയും പഠിച്ചിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ ചന്ദ്രിയാദേവി ഇപ്പൊ പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആണ്. നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഔദ്യോഗിക കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനും നമുക്കൊപ്പം എപ്പോഴുമുള്ള ഡോക്ടർ ചന്ദ്രിയാദേവിയെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഡോക്ടർ ചന്ദ്രിയാദേവിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സലിൽ സുരേന്ദ്രൻ അവരുകളാണ്. ഡോക്ടർ സലിൽ സുരേന്ദ്രനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ സംസ്ഥാന ട്രഷററാണ് ഡോക്ടർ സുദർശൻ. ഡോക്ടർ സുദർശന്റെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ചീഫ് എഡിറ്റർ ഡോക്ടർ ജെ ബോബൻ, അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ശശികുമാർ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടെ ഈ കോട്ടയത്ത് ഈ നിറവിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടർമാർക്കും ഈ അക്ഷരനാഗരിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എത്തുന്നു. Now I request Dr. Shoshamma Varghese, Chairperson Organizing Committee, to preside over the conference. Conference Director Dr. M.K. Anil Kumar, Sri Prem Prakash, Film Producer and Actor, Dr. Chandrika Devi, Municipal Vice Chairperson, Pala, Mun Samsthana President Dr. N. Nasrullah, State Vice President Dr. Shibuji Sarian, State Joint Secretary Dr. Salil Surendran, Dr. B. Sudarshanan, State Treasurer Dr. J. Boban, Homeopathic Editor, Dr. K. M. Shashikumar, Chairman, State Family Welfare Cell, KJSMA. വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, മറ്റ് റിട്ടയർ ചെയ്ത ബഹുമാന്യരായ നമ്മുടെ ഡോക്ടർമാർ, മറ്റ് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം തന്നെയാണ്. കൾച്ചറൽ പ്രോഗ്രാമിന്റെ യോഗമാണ് ആദ്യം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.
നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷം ഫാമിലി നമ്മുടെ സംസ്ഥാന സമ്മേളനം നടത്തിയാണെങ്കിൽ പിറ്റേ വർഷം നമ്മുടെ ഫാമിലി മീറ്റും അതോടൊപ്പം കൾച്ചറൽ പ്രോഗ്രാം നടത്താൻ തീരുമാനിക്കാൻ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ സംസ്ഥാന സമ്മേളനത്തിന്റെ തലേ ദിവസം വൈകിട്ടായിരുന്നു ഇത് തീരുമാനിച്ചു വെച്ചിരുന്നത്. അപ്പൊ വൈകിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കുട്ടികൾക്ക് അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഒരു സമയക്കുറവും. കേരളത്തിലെ മുഴുവൻ ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിലെത്തിച്ചേരണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. കുട്ടികൾക്കും കൾച്ചറൽ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അവരുടെ പ്രതിഭ തെളിയിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഒരു അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയുമാണ്. ഈ ഒരു അവസരം അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുക തന്നെയാണ്. ഈ അവസരം അവർ നന്നായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ KGHMOA ആൾക്കാരും മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ ഭാരവാഹികൾ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഈ സംഘടനയ്ക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും അവരുടെ കഴിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിഫലം ചില കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ ഡോക്ടർമാർക്കൊക്കെ ചിലപ്പോൾ ഒരു അല്പ അസാരസ്യം തോന്നുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യവുമില്ല. കാരണം ഞങ്ങളൊക്കെ സർവീസിൽ കയറിയ കാലം മുതൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് സംഘടന എന്താണെന്നും സംഘടനയുടെ പ്രവർത്തനം എന്താണെന്നും വിലയിരുത്താൻ ഓരോരുത്തരും ഇതിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മന്ത്രി 10:30 മണിക്ക് തന്നെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.